I welcome all to the new video of CDS Dravidian. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് അപ്കമിങ് CDS എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിതിപ്പം തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ വട്ടം CDS എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രാറ്റജിയും പിന്നെ എങ്ങനെ പഠിക്കും നമുക്ക് ബൈ യുവർ സെൽഫ്. സോ ഐ എം ഗോയിങ് ടു പ്രൊവൈഡ് ഹിയർ സം ഓഫ് ദി ഫ്രീ കണ്ടൻറ്റ് ഇൻ ദ യൂട്യൂബ്. സോ നമ്മൾ നോക്കുമ്പം CDS മെയിൻ നമുക്ക് വേണ്ടുന്നത് കുറച്ച് ടൈം മാനേജ്മെൻറ്റ് സംഭവങ്ങളാണ്. അപ്പം നമുക്ക് ഉറക്കം വേണം. പിന്നെ അതുപോലെ ചില ആൾക്കാർ ഇപ്പം പഠിക്കുന്നവരായിരിക്കും, കോളേജിൽ പഠിക്കുന്നവരായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കൂടുതലും ഔട്ട്ഡോർ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ടൈം കുറച്ച് കൂടുതലാണ്. അപ്പം ഈ എക്സാമിന് നമുക്ക് ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ഫോർ എനി ടൈപ്പ് എൻട്രി ലൈക്ക് OTA, so you have time over there. But if you are going for IMA, so it may took some time, like you have to do mathematics over there. അപ്പം OTA നോക്കുമ്പോൾ നമുക്ക് പഠിക്കും കുറച്ച് സിലബസ് കുറച്ച് വാസ്റ്റ് ആണെന്നാലും നമുക്ക് ഇപ്പോൾ ഉള്ള ടൈം വെച്ചാൽ സെപ്റ്റംബറിൽ ഇതിൻ്റെ പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പം നമുക്ക് ടൈം കുറച്ച് നോക്കിയിട്ടും ചെയ്യേണ്ടി വരും എല്ലായിടത്തും. പിന്നെ നമ്മൾ മാക്സിമം നമ്മൾ സബ്ജക്റ്റ് ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ രാവിലെ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ GS പോർഷൻ, പിന്നെ കറണ്ട് അഫെയർ എല്ലാം നമുക്ക് ഒരു പ്രത്യേകം നമുക്കൊരു ബുക്സുകൾ ഉണ്ടാക്കേണ്ടി വരും അതിനുള്ള മാത്രമുള്ള. ഇറ്റ്സ് ഓൺലി ഫോർ OTA എൻട്രി. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മാക്സിമം ഒരു 8 അവർ തന്നെ ഉറങ്ങാൻ നോക്കുക. പിന്നെ ബാക്കിയുള്ള ടൈം മാക്സിമം കണ്ടൻറ്റ് ഉള്ള മാത്രം പഠിക്കുക. PYQ മാക്സിമം അനലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ മെയിൻ കോൺസെപ്റ്റ്. സോൾവ് ചെയ്യാനുള്ള രീതികളൊക്കെ, അതുപോലെ സിലബസ് മനസ്സിലാക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 hours, ഞാൻ മിനിമം പറയുന്നത് 6 hours നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ മെയിൻ പോർഷൻ വരുന്നത് ഗ്രാമറാണ്. ഗ്രാമറുണ്ട്, വൊക്കാബുണ്ട്, അതുപോലെ റീഡിങ് കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന SSCയുടെ ഒരു ബ്ലാക്ക് ബുക്ക് കിട്ടും, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബക്ഷി എന്നൊരു ബുക്കുണ്ട്, ഇംഗ്ലീഷ് ബുക്കുള്ളത്, BK ബക്ഷി, അതൊരു ബുക്കുണ്ട്, നല്ലൊരു ബുക്കാണത്. അത് കൂടുതൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ബുക്കാണ് ബക്ഷിയുടെ ബുക്കുകൾ. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ നോവൽസ് വായിക്കുക, അതുപോലെ ഇംഗ്ലീഷ് സീരീസ് കാണുക. മനസ്സിലാവില്ല കുഴപ്പമില്ല, മറ്റേ താഴെ നമുക്കൊരു ഓപ്ഷനുണ്ട് സബ് ടൈറ്റിലുള്ള, അപ്പോൾ അത് നോക്കി വായിച്ച് പഠിക്കുക, അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സംഭവമൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ കൂടുതൽ essay വായിക്കാൻ നോക്കുക. റീഡിങ് കോമ്പറ്റീഷനാണ് മെയിൻ CDS. എന്നുവെച്ചാൽ ഇത് കുറച്ച് വാസ്റ്റായിട്ടുള്ള ഒരു ഇംഗ്ലീഷാണ്. അപ്പം വായിച്ച് നമുക്ക് അത്രയ്ക്ക് നമുക്ക് മെനക്കേണ്ടി വരും. എക്സാം ടൈമിൽ 120 നമുക്ക് ടൈം ഉള്ളതിനകത്ത്. അപ്പം എന്നുവെച്ചാൽ ഒരു 2 hours പേപ്പറുള്ളത്, 2 hours പേപ്പറും 120 questions. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പം 1 minute for 1 question, അതാണ് ഇതിൻ്റെ റേഷ്യോ പറഞ്ഞത് നമ്മൾ. അപ്പം നിങ്ങൾ മാക്സിമം ഇംഗ്ലീഷ് പഠിക്കാനുള്ളതാണ്. ഇപ്പം ഗ്രാമറൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടം പോലെ, ഇപ്പം ഞാൻ എൻ്റെ അപ്കമിങ് വീഡിയോസ് ഞാൻ കുറച്ച് വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്, ഗ്രാമറുള്ള മാത്രമുള്ള കുറച്ച് മെയിൻ വീഡിയോസ്. പിന്നെ നമ്മൾ താപ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇനി ഹിസ്റ്ററിയാണ്. ചില ആൾക്കാരൊക്കെ ഹിസ്റ്ററി എടുക്കുന്ന ആൾക്കാരാണ് സ്കൂൾ ടൈമിൽ. അപ്പം അവർക്ക് ഞാൻ പറയുന്ന ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, CDS ക്രാക്ക് ഒറ്റ ബുക്കേ ഉള്ളൂ. ഒന്ന് NCERT, ഇതാണ് ഏറ്റവും മെയിൻ. ഇത് മാത്രം മതി, NCERT മാത്രം മതി നമുക്ക് CDS പോലെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള. UPSC അതിനും ഓക്കെയാണ്, പക്ഷേ നമ്മൾക്ക് CDSന് ഇത് ബെറ്ററാണെന്ന് പറയാം നമുക്ക്. സ്പെക്ട്രമുണ്ട്, IAS ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കുണ്ട് പ്രത്യേകമുള്ള സ്പെക്ട്രം. അതും ഒരു മെയിൻ ടൈപ്പ് ഒരു എക്സാം ടൈപ്പുള്ളൊരു ബുക്കാണതും. പിന്നെ കൂടുതൽ അഡീഷണൽ പഠിക്കണമെങ്കിൽ പറഞ്ഞില്ലേ, തമിഴ്നാട് ബോർഡിൻ്റെ ഉണ്ട്, മഹാരാഷ്ട്ര ബോർഡിൻ്റെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ആവശ്യം ഉണ്ട്, പക്ഷേ നമുക്ക് എക്സ്ട്രാ മാർക്ക് വേണമെങ്കിൽ സ്കോർ ചെയ്യണമെങ്കിൽ. പക്ഷേ കുറച്ച് നമുക്ക് അത്രയും മോഡേൺ ഹിസ്റ്ററി അത്രയും ചോദിക്കത്തില്ല അവർ. പക്ഷേ മിഡീവലും അതുപോലെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററിക്കും ബെസ്റ്റ് ബുക്സാണ് ഈ തമിഴ്നാട് ബോർഡിൻ്റെ, മഹാരാഷ്ട്രൻ ബോർഡ്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അത് കൂടിപ്പോൾ ഒരു 1-2 questions ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പം ഹിസ്റ്ററിക്ക് ഞാൻ പറയുന്ന ഒറ്റ ബുക്കേ ഉള്ളൂ, NCERT ആണ്. ക്ലാസ് 9th, ക്ലാസ് 10th ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പഠിച്ചാൽ നമുക്ക് ഈസി ആയിരിക്കും കുറച്ചുകൂടെ. അതിലിപ്പോൾ ഉള്ള അവരെ ഒരു സ്കീം എന്താ വെച്ചാൽ അവർ കൂടുതൽ ഇപ്പം മോഡേൺ ഹിസ്റ്ററിയിലോട്ട് പോവുകയാണ്. അവരിപ്പം ഏൻഷ്യൻ്റ് ചെറുതായിട്ട്
ഒന്ന് മങ്ങി വരുന്നുണ്ട് അവരെ ആ മാർക്കിംഗ് സ്കീം. പിന്നെ നമുക്ക് സയൻസ് വരുമ്പോൾ സയൻസ് വരുന്ന ഒറ്റ ബുക്കേ ഉള്ളൂ, അതാണ് ക്ലാസ് 10th സയൻസ് ബുക്ക്. ഇറ്റ്സ് ഹാവ് ദ ലൈക്ക് ഡിവിഷൻ ഓഫ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അപ്പോൾ ഇത് മാത്രം കവർ ചെയ്താൽ മാത്രം മതി. കുറച്ച് ഈസിയാണ്, കുറച്ച് അത്രയ്ക്ക് ടഫില്ല. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ക്ലാസ് 10th. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ അടുത്ത് വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ കുറച്ച് ഫിസിക്സിൻ്റെയും അതുപോലെ ബയോളജിയുടെയും കുറച്ച് മെയിൻ കോൺസെപ്റ്റ് ഞാൻ മൊത്തം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ കുറച്ച് ഉണ്ടല്ലോ നമുക്കിത് പഠിച്ചാൽ ഇത് ഓക്കെ ആവും നമുക്ക് തോന്നുന്നു. ഞാൻ ഒരു മാക്സിമം ഒരു 20 ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അത് ചെയ്യേണ്ടത് മാത്രം. പിന്നെ നമുക്ക് താപ്പോട്ട് വരുമ്പോഴാണ് നമ്മുടെ മെയിൻ എക്കണോമിക്സ്. ഇത് എനിക്കും ഞാൻ സയൻസുള്ള ഒരു ആളാണ്, അപ്പോൾ എനിക്ക് എക്കണോമിക്സ് പഠിക്കാൻ കുറച്ച് പാടായിരുന്നു. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് കുറച്ച് പാടുപെട്ട്, പക്ഷേ പഠിച്ച് വന്നപ്പം എനിക്ക് ഓക്കെ ആയിരുന്നു. ഭയങ്കര സൂപ്പറാക്കി പറഞ്ഞാൽ പഠിക്കാതെ എക്കണോമിക്സ് അത്രയ്ക്കൊന്നുമില്ല, ന്യൂമറിക്കലൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു ഓക്കെ ബേസ് നമ്മൾ പറയാം. ഭയങ്കര ഈസിയാണ് പഠിക്കാൻ. NCERT ഇതിനും മെയിൻ കണ്ടൻറ്റ് NCERT ആണ്. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്ലാസ് 10th അതിന് മാക്സിമം ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരുന്നത് കൂടുതലും വരുന്ന ക്വസ്റ്റ്യൻസാണ്. അത് കൂടുതലൊന്നുമില്ല, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് അറിയുമോ, ഇന്ത്യയുടെ പണ്ടത്തെ എന്തൊക്കെയായിരുന്നു കുഴപ്പങ്ങൾ, എന്തൊക്കെയായിരുന്നു അതിൻ്റെ മാറ്റം വന്ന വാട്ട് ദേ ബ്രോട്ട് ദ ന്യൂ പോളിസി ടു ഇന്ത്യ ഫോർമേഷൻ ആൻഡ് ദ ഫോർവേഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പോളിസി, ഈവൻ മോർ. പിന്നെ നമ്മുടെ സം ഓഫ് ദ പ്ലാനിങ് കമ്മീഷൻ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതൊക്കെ ഇതൊക്കെ കൂടുതലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ പൊളിറ്റി പേപ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പറയാം കുറച്ച് ഈസിയാണ്, അത്രയും കോംപ്ലക്സ് അല്ല. പക്ഷേ കോംപ്ലക്സ് ആണ് എന്ന് വെച്ചാൽ അതിൽ കൂടുതലും വരുന്നത് നമ്മുടെ FD ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരും. പിന്നെ ടെലികോം കമ്മീഷൻ. നമ്മുടെ ഇത് പോളിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മോഡേൺ അതുപോലെ മെഡീവൽ വരെ പോകും. മെഡീവൽ സ്റ്റാർട്ട് ആക്കിയിട്ട് മോഡേൺ വരെ നിൽക്കും. അപ്പോൾ നമ്മുടെ എന്തൊക്കെ വന്ന റെവല്യൂഷൻ എന്തൊക്കെയായിരുന്നു കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള ആർട്ടിക്കിളാണ്. കൂടുതലും ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചോദിക്കുന്നത് പോളിറ്റി വരുന്നത് ഇൻ CDS. പിന്നെ ജിയോഗ്രഫി നമ്മൾ പോവുകയാണെങ്കിൽ ജിയോഗ്രഫി വരുന്ന കൂടുതലും ക്വസ്റ്റ്യൻസ് നമുക്കറിയാം 10 തൊട്ട് 12 മാക്സിമമാണ്. 12ഒക്കെ മാക്സിമം പോകുന്നത്. കഴിഞ്ഞ വട്ടമൊക്കെ 13 വരെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ ഇപ്പോൾ ഡിവിഷനുണ്ട് നമ്മുടെ എർത്തിൻ്റെ. അപ്പം കൂടുതലും ഫിസിക്കൽ ജിയോഗ്രഫി കൂടി ചോദിക്കുന്നവർ, അതുപോലെ തന്നെ വേൾഡ് ജിയോഗ്രഫിയും ചോദിക്കുന്നുണ്ട് ഇപ്പം. പക്ഷേ ഇന്ത്യൻ്റെ ഇപ്പം ചെറുതായിട്ടൊന്നും മങ്ങി വരുന്നുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു. പയ്യെ അതിൻ്റെ കുറവ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കൂടുതലും ക്വസ്റ്റ്യൻ ലൈക്ക് ദേ ആർ ആസ്കിങ് ഫ്രം ദി ഫിസിക്കൽ ആൻഡ് ദ ജിയോഗ്രഫി ഓഫ് ദ വേൾഡ് ലൈക്ക് ദ ലൂംസ്, വിൻഡ് ആൻഡ് അതിലൊക്കെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത് തന്നെ. പക്ഷേ ഇത് നമ്മളിപ്പം NCERT കവറപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെ ക്ലാസ് 10th അല്ലെങ്കിൽ 12th ക്വസ്റ്റ്യൻ ബുക്സ് നമ്മൾ പ്രിഫർ ചെയ്യണം നല്ലതായിരിക്കും. പിന്നെ നമുക്കറിയാം ഇത് നിങ്ങൾ OT എൻട്രി പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷുണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, പോളിറ്റി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ എക്കണോമിക്സ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്. മൊത്തം 200 ആണ് നിങ്ങളുടെ മാർക്കിംഗ് സ്കീം വരും ടോട്ടൽ. ഓൾസോ ദ അപ് ടു 200 യു ഹാവ് ടു മാക്സിമം സ്കോർ ലൈക്ക് ടു ബി 130. 130 മാർക്സിൽ നിങ്ങൾക്ക് വേണം ഔട്ട് ഓഫ് 200 ലൈക്ക് ഇഫ് യു വാണ്ട് ടു സെക്യൂർ ആൻ ഹൈ മെറിറ്റ് ആഫ്റ്റർ യുവർ SSB. അപ്പോൾ നമ്മൾ ജസ്റ്റ് പാസ്സാവണം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബി ഇൻ ദ മെറിറ്റ് ഇൻ ആഫ്റ്റർ ദ SSB. ദാറ്റ്സ് ദ മെയിൻ ടാർഗറ്റ്. റെക്കമെൻഡ് ഈസ് ഇറ്റ്സ് ഓക്കെ, ബട്ട് ഈവൻ യു ഹാവ് ടു ബി ഇൻ മോർ. ആൾസോ നിങ്ങൾക്ക് വൺ സ്ട്രെച്ചിൽ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ മെറിറ്റിനാവണമെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടി വരും എക്സാമിൽ തന്നെ. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്കീം നോക്കുകയാണെങ്കിൽ മാർക്കിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫിയിൽ കഴിഞ്ഞ വട്ടം 20 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 20 ക്വസ്റ്റ്യൻ. ഇതൊരു മാക്സിമം ഞാൻ പറയുവാണ് 20 ക്വസ്റ്റ്യൻ ജിയോഗ്രഫി. പിന്നെ പോളിറ്റിയിൽ മാക്സിമം വേണമെങ്കിൽ പറയാം ഒരു 13 പറയാൻ പറ്റും നമുക്ക് അപ്രോക്സ്. പോളിറ്റിയിലും അതുപോലെ തന്നെ അങ്ങനെ 10 അല്ലെങ്കിൽ 12. കറണ്ട് അഫെയർ മാക്സിമം CDSൻ്റെ ഹൈ കട്ട് ഓഫ് ചാൻസ് കൊടുക്കുന്ന സംഭവം. പിന്നെ അതുപോലെ എക്കണോമിക്സ്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് 10th അല്ലെങ്കിൽ 12th അല്ലെങ്കിൽ അതൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സിലബസ് മനസ്സിലാക്കുകയാണെങ്കിൽ വെരി ഈസിയാണ്. ലൈക്ക് ഐ മെൻഷൻ ഹിയർ സം ഓഫ് ദി ടോപ്പിക് ലൈക്ക് GDP, ഇൻഫ്ലേഷൻ, ഫേസൽ ആൻഡ് ബേസിക് എക്കണോമിക് ടേംസ്. സോ
ഇതൊക്കെ പഠിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് തോന്നും ഇതൊക്കെ വെറും ചെറിയ ടേമാണ്. പക്ഷേ ലൈക്ക് GNP, GDP, ദർ ആർ സം ഓഫ് ദി ടേംസ് ഓവർ ദർ ഇൻ ദി ഇക്കണോമിക്സ്. നമുക്ക് തോന്നും ഇതാണ് ഈ ഒരു വേർഡ്സൊക്കെ വെറും ഈസിയാണ്, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അകത്ത് കയറുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് ഇതിനും കുറച്ച് ഡിവിഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയില്ല, പിന്നെ കറണ്ട് അഫെയറിന് ഒറ്റ മാർഗ്ഗമുള്ളൂ. നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ലൈക്ക് ഇഫ് യു ഡൂയിങ് കണ്ടിന്യൂസ്ലി റീഡിങ് ഹാബിറ്റ് ന്യൂസ് പേപ്പർ or some of the like e-books or e-newspaper from your Telegram, any other channel, what you like to be do to നിങ്ങൾക്ക് ഈസി ആകും കുറച്ചുകൂടെ. പിന്നെ സയൻസ് വരുവാണെങ്കിലാണ്, സയൻസാണ് നമുക്ക് GS പോർഷനിൽ ഏറ്റവും നമ്മളെ പുഷ് ചെയ്യുന്ന ഒറ്റൊരു എലിമെൻറ്റ്. അപ്പം ഫിസിക്സ് നമ്പറിലെ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിലെ മെയിൻ ടോപ്പിക്സാണ് മോഷൻ, വർക്ക് എനർജി, പവർ, സൗണ്ട്, ലൈറ്റ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. 9ലും 10ലും മാത്രമേ ചോദിക്കത്തുള്ളൂ. അതിൽ പോകത്തില്ല. അപ്പോൾ ഈസിയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബേസിക് അറിഞ്ഞാൽ നമുക്ക് തന്നെ സോൾവ് ചെയ്യാനേ ഉള്ളൂ ഈ ഫിസിക്സ്. പിന്നെ കെമിസ്ട്രി പോകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പണ്ട് പഠിച്ചതൊക്കെയാണ് നമ്മുടെ ബേസിക് ആസിഡ് ആൻഡ് ബേസ്, സോൾട്ട്, മെറ്റൽ, നോൺ മെറ്റൽ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അറ്റോമിക് സ്ട്രക്ചർ, ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻ, കാർബൺ കമ്പൗണ്ട്സ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പീരിയോഡിക് ടേബിളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് തന്നെ എലിമെൻറ്റ് ക്ലോസിങ്, അതുപോലെ തന്നെ ഹൗ ടു ബാലൻസ് ദി മാസ് ആൻഡ് ദ മോളർ മാസ് ഓഫ് ദി എലിമെൻറ്റ്സ്, അതൊക്കെ കുറച്ച് ഈസിയാണ്. നമുക്കൊന്ന് പഠിച്ച് നമുക്ക് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ബയോളജി ഇത് നോക്കുവാണെങ്കിൽ ഒരു 10 മാർക്സ് നമുക്ക് സുഖമായിട്ട് വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഇത് ചോദിക്കുന്നത് കൂടുതലും മാക്സിമം 9 പോകും, പക്ഷേ കഴിഞ്ഞ വട്ടമൊക്കെ ഒരു 10 വരെ ചോദിച്ച് ക്വസ്റ്റ്യൻ വരും. അപ്പം ഇത് എന്തൊക്കെയാണ് ഹ്യൂമൻ ബോഡി, എന്തൊക്കെയാണ് ഡൈജഷൻ, അതുപോലെ തന്നെ ബോഡി ഓർഗൻസ്, പിന്നെ ചെറിയ സം ഓഫ് ദി ഗ്ലാൻഡ്സ് ആൻഡ് ഈവൻ ലൈനിങ് ആൻഡ് പിന്നെ വിറ്റാമിൻസ് എന്തൊക്കെയാണ്, പ്ലാന്റ് സിസ്റ്റം പഠിക്കും. ഇതിൽ വരുന്ന നമ്മുടെ ഡിവിഷനുണ്ട് ലൈക്ക് പ്ലാന്റ്സ് ആൻഡ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. ഇതൊക്കെ ഒന്ന് ആയി പഠിച്ചാൽ സുഖമായിട്ട് പാസ്സാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബയോളജി പറയാൻ പറ്റും. നമുക്ക് ഇതൊക്കെ സ്കോറിംഗ് ആണ് വെച്ചാൽ like if you go for the previous 10-year question paper, then you can mark the repetition question they were asking again and again. ഇപ്പോൾ നമ്മളൊരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ പിന്നെയും അവർ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട്. അവർ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. വെച്ചാൽ അവർ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, വെച്ചാൽ ബയോളജിയൊക്കെ ഒരു അപ്ഗ്രേഡേഷനകത്തൊരു ടോപ്പിക്കാണ് ബയോളജി. വെച്ചാൽ ഇതിന് പിന്നെയും വെച്ചാൽ നമുക്ക് എല്ലാ വർഷവും സയൻറ്റിസ്റ്റ് അവർ കണ്ടുപിടിക്കുന്നുണ്ടെന്നാലും കുറച്ച് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പാടാണ്. പക്ഷേ ബയോളജിക്കാർ എന്ത് ചെയ്യും, ഇപ്പം പിന്നെയും സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും, സെയിം ക്വസ്റ്റ്യൻ. പക്ഷേ അവരെ ഇനി കണ്ടന്റ് ഇല്ല, അതുകൊണ്ട് സെയിം ക്വസ്റ്റ്യൻ അവർ ചോദിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താ വെച്ചാൽ ടൈം മാനേജ് ചെയ്ത് പഠിക്കാനുള്ള. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടൈം ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇപ്പം ലൈക്ക് 1 hour ഫോർ ഫിസിക്സ്, then after 15 minutes you can take a break, and after you can continue for the next chemistry. പക്ഷേ ഒരു റെഗുലർ സ്റ്റഡിങ് റിവിഷൻ ഇസ് ദ മെയിൻ പർപ്പസ്. ലൈക്ക് ഇഫ് യു വാണ്ട് ടു ക്വാളിഫൈ ദ CDS അപ്കമിങ്, സോ ഇറ്റ് കുഡ് ബി യുവർ മോർ ടാർഗറ്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കൂടുതലും പാസ്സാവാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ജസ്റ്റ് അനലൈസ് ചെയ്യുക എന്തൊക്കെ ചോദിക്കാനുള്ളത്. അപ്പം ഞാൻ ഇനി വരാൻ പോകുന്ന അപ്കമിങ് വീഡിയോസിൽ ഞാൻ കൂടുതലും കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക്. ഞാനെങ്ങനെ ഫോളോ ചെയ്താൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ രീതി നിങ്ങളും ഫോളോ ചെയ്യണം, നിങ്ങൾക്കും എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഐ ബിലീവ്, ഈ ട്രൈ ഒന്നും പറയാൻ പറ്റത്തില്ല, ബട്ട് ഐ ബിലീവ് പറ്റും, ഒരു കുഴപ്പം വരത്തില്ല. So thanks for watching, and I will provide more content.